നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സാധാരണ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ചില സംശയങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. യാത്ര ചെയ്യുമ്പോൾ പ്രമേഹമുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത് നമുക്കറിയാം, പ്രമേഹമുള്ളപ്പോൾ നമുക്ക് കുറച്ച് മരുന്നുകൾ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ടാവും. അത് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് ആദ്യം തന്നെ സംസാരിച്ചിട്ട് നമ്മളുടെ മരുന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, വല്ല ചേഞ്ചസ് വരുത്തണോ, ആ യാത്ര ചെയ്യുന്ന ഡ്യൂറേഷൻ പ്രകാരം എത്ര മരുന്ന് നമ്മൾ കരുതണം. ഐഡിയലി ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയണമെന്ന് വെച്ചാൽ, കുറച്ച് യാത്ര ചെയ്യുന്ന ഒരു 2 മാസത്തിനാണെങ്കിൽ ഒരു 3 മാസത്തിന് മരുന്ന് കരുതി വെക്കണം. അതിൽ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കൊണ്ടുപോകുന്ന മരുന്ന് എപ്പോഴും ഐഡിയലി ഒരേ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകണ്ട. കുറച്ച് ചെറിയ ചെറിയ പാക്കറ്റുകളിലായിട്ട് വേറെ ബാഗിൽ കൊണ്ടുപോകാൻ നല്ലത്. എന്താ വെച്ചാൽ, നമുക്ക് ഒരു ബാഗ് ഇൻ കേസ് മിസ്സാവുകയാണെങ്കിലും നമുക്ക് കുറച്ച് മരുന്ന് നമ്മുടെ കയ്യിലുണ്ടാവും. അതൊരു കാര്യം. പിന്നെ ഇപ്പോൾ പല സമയത്തും നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുന്ന ചില യാത്രകളുണ്ട്. പിൽഗ്രിമേജ്, ഹജ്ജാവട്ടെ, ഉംറയ്ക്കാവട്ടെ, അങ്ങനത്തെ പല പിൽഗ്രിമേജസിനും പോകുമ്പോൾ നമ്മൾ നമുക്ക് പരിചയമില്ലാത്ത ചില ആൾക്കാരുടെ കൂടെ ആവും നമ്മുടെ യാത്ര ഉണ്ടാവുക. അങ്ങനത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് നമുക്ക് ആ എമർജൻസി യൂസിന് ആവശ്യമുള്ള ചില മരുന്നുകൾ, ഉദാഹരണത്തിന് തലവേദനയുടെ, ഛർദിയുടെ, ജലദോഷത്തിൻ്റെ, അലർജി വരുന്നുണ്ടെങ്കിൽ എന്താ കഴിക്കേണ്ടത്, ഇങ്ങനത്തെ മരുന്നുകളുണ്ട്. കുറച്ച് എണ്ണങ്ങൾ ഒരു 5 വീതം മതി. അത് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ചിട്ട് ആ മരുന്നും കരുതുകയാണ് നല്ലത്. പിന്നെ ഈ മരുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കയ്യിലുണ്ടാവണം. നമ്മൾ മരുന്ന് മേടിച്ചതിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഇൻസുലിൻ മരുന്ന് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ പൊതുവായ ധാരണ എന്താ വെച്ചാൽ, ഇൻസുലിൻ നമ്മൾ ഹാൻഡ് ബാഗേജിൽ പാടില്ല, ചെക്ക് ഇൻ ചെയ്യാണ് വേണ്ടതെന്നാണ്. പക്ഷേ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പാടില്ല, ഹാൻഡ് ബാഗേജിൽ തന്നെ കൊണ്ടുപോകാൻ നല്ലത്. എന്നുവെച്ചാൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻസുലിൻ കേടുവരാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ഫ്ലൈറ്റിൽ നിങ്ങളുടെ ആഫ്റ്റർ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് പ്രത്യേകിച്ച് വല്ലതും ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ഇൻസുലിൻ പെന്നിനെ പറ്റിയിട്ട് ചിലപ്പോൾ വല്ല ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്കവിടെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് മേടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫ്ലൂയിഡ്സ് ഡീഹൈഡ്രേഷൻ ആവാൻ പാടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം അപ്പോൾ കുടിക്കേണ്ടി വരും. ഇത് ലോങ് ഫ്ലൈറ്റ്സിലാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ഡയബറ്റിക് പേഷ്യൻസ് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കുറേ നേരം ഇരിക്കാൻ പാടില്ല, ഒരേ ഇരുത്തത്തിൽ ട്രാവൽ ചെയ്യാൻ പാടില്ല. കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് എണീറ്റ് കുറച്ച് നേരം നടക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഹെൽത്ത് ഐഡൻറ്റി കാർഡ്. ഇത് ഐഡിയലി എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും ഉണ്ടാവണം, പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്. അതിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഇൻഫർമേഷൻ, നിങ്ങളുടെ ഇൻ കേസ് നിങ്ങൾക്ക് എമർജൻസി ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആളെ കോൺടാക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന സാധ്യത എന്താ വെച്ചാൽ, ഒന്ന്, നമുക്ക് ഭക്ഷണം നമ്മുടെ സമയത്തിന് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിട്ട് കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന വല്ല ആഹാരങ്ങൾ, പ്രത്യേകിച്ച് വല്ല മധുരമായിട്ടുള്ള വല്ല മിഠായികൾ, അങ്ങനത്തെ വല്ലതും കരുതി വയ്ക്കണം. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വൈകുകയാണെങ്കിൽ നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണത്തിന് ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കാലറി നിങ്ങളുടെ ശരീരത്തിൽ എത്തണം. അപ്പോൾ ആ ഭക്ഷണങ്ങൾ കരുതി വയ്ക്കണം. പിന്നെ ഐഡിയലി നിങ്ങൾ ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് നാൾ അവിടെ താമസിക്കാനുള്ള പ്ലാൻ ആണെങ്കിലോ, 3 മാസം 6 മാസമൊക്കെ ആണെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളെ വളരെ സഹായമാവും. ഇൻ കേസ് വേറെ അന്യനാട്ടിൽ വെച്ചിട്ട് ഒരു ഹൈപ്പോഗ്ലൈസമിയ വരിക, പെട്ടെന്ന് ലോ ഷുഗർ വരിക, ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് തരുന്ന ഏജൻസ് വല്ല ഉണ്ടെങ്കിൽ അവരായിട്ട് സംസാരിച്ചിട്ട് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ്, വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ നിങ്ങൾ നിൽക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഡോക്ടർമാർ, അതൊക്കെ കരുതി വെക്കുന്നത്, അവരുടെ ഡീറ്റെയിൽസ് കരുതി വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആവും. പ്രമേഹ രോഗികൾക്ക് വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വാക്സിനേഷൻ. പൊതുവെ പ്രമേഹമുള്ളപ്പോൾ നമ്മൾ വർഷത്തിൽ കൊടുക്കുന്ന ചില വാക്സിനേഷൻസ് ഉണ്ട്, അതെന്തായാലും വേണം. അതല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ചില കൺട്രീസിൽ അവരുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില റൂൾസ് ഉണ്ട്, ചില വാക്സിനേഷൻസ് ഉണ്ട്. അതും നിങ്ങളുടെ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് ആ വാക്സിനേഷൻസും എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ ചില കാര്യങ്ങൾ
നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ചിലത് വിട്ടുപോയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇനി കൂടുതൽ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിലൊന്ന് രേഖപ്പെടുത്തുക, ഇടുക. താങ്ക് യു.